നമസ്കാരം. നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഇപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് റീമാൻ ഷെല്ലേഴ്സ് ഇൻ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. അതുപോലെ എഫ് മോണോട്ടോണിക് ഫംഗ്ഷനും ആൽഫ കണ്ടിന്യൂസും ആണെങ്കിലും എഫ് റീമാൻ ഇൻ്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫ ആയിരിക്കും, റീമാൻ ഷെല്ലേഴ്സ് ഇൻ്റഗ്രബിൾ ആയിരിക്കും. അപ്പോൾ ഇതിനകത്ത് നോക്കുന്നത് എഫ് ബൗണ്ടഡ് ഫംഗ്ഷനാണ് തന്നിട്ടുണ്ട്. എഫ് ഹാസ് ഓൺലി ഫൈനൈറ്റ്ലി മെനി പോയിൻറ്റ്സ് ഓഫ് ഡിസ്കണ്ടിന്യൂറ്റി ഓൺ ക്ലോസ്ഡ് ഇന്റർവെൽ, അതായത് 2 3 അല്ലെങ്കിൽ ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിൻറ്റ്സിൽ മാത്രമേ ഡിസ്കണ്ടിന്യൂസ് ആവുന്നുള്ളൂ. കൂടാതെ അത്തരം പോയിൻറ്റ്സിൽ ആൽഫ കണ്ടിന്യൂസുമാണ്. അപ്പോൾ ആൽഫയുടെ പ്രത്യേകത ആൽഫ മോണോട്ടോൺ ഇൻക്രീസിങ് ആൻഡ് കണ്ടിന്യൂസ് അറ്റ് ദ പോയിൻറ്റ്സ് ഇൻ വിച്ച് എഫ് ഈസ് ഡിസ്കണ്ടിന്യൂസ്. എഫ് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന സ്ഥലത്ത് ആൽഫ കണ്ടിന്യൂസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എഫ് റീമാൻ ഷെല്ലേഴ്സ് ഇൻ്റഗ്രബിൾ വിത്ത് റെസ്പെക്ട് ടു ആൽഫ ആയിരിക്കും എന്നാണ് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, so we suppose our function is bounded on closed interval a b and it has only finitely many points of discontinuity. We put it as E. E is the set of discontinuity points of f. That means E consists of all points in closed interval a b such that f is discontinuous at that points. Okay. Note that E is also equal to set of all x element of closed interval a b at which alpha is continuous. ആൽഫ കണ്ടിന്യൂസ് ആവുന്ന പോയിൻറ്റുകളുടെ കളക്ഷൻ അല്ലെങ്കിൽ എഫ് ഡിസ്കണ്ടിന്യൂസ് ആവുന്ന പോയിൻറ്റുകളുടെ കളക്ഷൻ രണ്ടും സെയിം തന്നെയാണ്. നമുക്ക് എഫ് റീമാൻ ഷെല്ലേഴ്സ് ഇൻ്റഗ്രബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ 6.6ൻ്റെ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ലെസ് ദാൻ എപ്സിലോൺ ആണ് പ്രൂവ് ചെയ്യുന്നത്. ഫോർ ദാറ്റ് പർപ്പസ് വി ആർ ടേക്കിംഗ് an epsilon greater than 0. Since f is bounded on closed interval ab means it has a bound on closed interval ab, put it as m. That means mod f of x less than or equal to m for all x element of closed interval ab, or m is the supremum of mod f of x such that x element of closed interval ab. മോഡുലസിൻ്റെ ഒരു സുപ്രീമമായിട്ട് എം എടുക്കും. അപ്പോൾ ക്യാപിറ്റൽ എമ്മിനെ നമുക്ക് സുപ്രീമമായിട്ടും മൈനസ് എമ്മിനെ നമുക്ക് ലോവർ ബൗണ്ടായിട്ടും കൺസിഡർ ചെയ്യാം. അല്ലെങ്കിൽ ക്യാപിറ്റൽ എം അപ്പർ ബൗണ്ടും മൈനസ് ക്യാപിറ്റൽ എം ലോവർ ബൗണ്ടായിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈയിലെ പോയിൻറ്റ്സിനെ ആദ്യം നമ്മൾ ഫൈനൈറ്റ് ആയതുകൊണ്ട് അതിൽ ഒരു എം പോയിൻറ്റ്സ് ഉണ്ടെന്ന് പറയുന്നു. ലെറ്റ് ഇ ഈക്വൽ ടു കൺസിസ്റ്റ് ഓഫ് T1 T2 എക്സെട്ര Tm എം പോയിൻറ്റ്സ് ആൻഡ് വി നോട്ട് ദാറ്റ് പോയിൻറ്റ്സ് ഇൻ ദി ഗ്രാഫിക്കൽ പിക്ചറൈസേഷൻ ഓഫ് ക്ലോസ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ T1 T2 എക്സെട്ര Tm വരുന്നുണ്ട്. Since E is finite, then corresponding to epsilon greater than 0, there is finitely many intervals u1, v1, u2, v2, etc. um, vm, subset of closed interval ab, such that alpha of vj minus alpha of uj less than epsilon for every j varies from 1 to m. അതായത് ഈ T1 T2 എക്സെട്ര Tm വരുന്ന ഓരോ പോയിൻറ്റിനെയും ഓരോ ക്ലോസ്ഡ് ഇൻ്റർവെല്ലിനുള്ളിലേക്ക് മാറ്റുന്നു. ഇനി ആ ക്ലോസ് ഇൻ്റർവെല്ലുകളുടെ പ്രത്യേകത ആൽഫ മോണോട്ടോണിക് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ആൽഫ ഓഫ് റൈറ്റ് പോയിൻറ്റ് മൈനസ് ലെഫ്റ്റ് പോയിൻറ്റ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ കിട്ടുന്ന ഇൻ്റർവെൽ. അതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മക്കളെ അതിനകത്ത് നമുക്ക് ഈയിലുള്ള ഓരോ പോയിൻറ്റിനെയും കവർ ചെയ്യുന്ന ഓരോ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ പ്രത്യേകത ആ ഓരോ ഇൻ്റർവെലിൻ്റെയും ആൽഫ വെച്ചുള്ള ലെങ്ത്, അതായത് ആൽഫ ഓഫ് v1 മൈനസ് ആൽഫ ഓഫ് u1 ലെസ് ദാൻ എപ്സിലോൺ, ആൽഫ ഓഫ് v2 മൈനസ് ആൽഫ ഓഫ് u2 ലെസ് ദാൻ എപ്സിലോൺ എക്സെട്ര, ആൽഫ ഓഫ് vm മൈനസ് ആൽഫ ഓഫ് um. അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റ് യുഐയും റൈറ്റ് ഹാൻഡ് പോയിൻറ്റ് വി എയുമാണെന്ന് പ്രത്യേകം ഓർക്കുക. ഓക്കെ, അപ്പോൾ നോട്ട് ദാറ്റ് ഇ ഈസ് എ സബ്സെറ്റ് ഓഫ് യൂണിയൻ ജെ വെരീസ് ഫ്രോം ടു എം യു ജെ വി ജെ. കാരണം എന്താ, ഈയിലുള്ള പോയിൻറ്റ്സ് T1 T2 എക്സെട്ര Tm എല്ലാം ഈ ഓരോ ഇൻ്റർവെല്ലിനുള്ളിലാണ്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെല്ലിലാണ് ആദ്യത്തെ പോയിൻ്റ് ഇരിക്കുന്നത്. ആൾസോ നോട്ട് ദാറ്റ് വി ക്യാൻ ചൂസ് എബവ് ഇൻ്റർവെൽസ് യു ജെ വി ജെ ഹാവിംഗ് ദ പ്രോപ്പർട്ടി ദാറ്റ് എവറി പോയിൻറ്റ് ഓഫ് ഈ ഇൻ്റർസെക്ഷൻ ഓപ്പൺ ഇൻ്റർവെൽ എ ബി ഈസ് ആൻ ഇൻറ്റീരിയർ പോയിൻറ്റ് ഓഫ് സം ഓഫ് യു ജെ വി ജെ. അപ്പം ഞാൻ പ്രത്യേകം ഇവിടെ നമുക്ക് നോട്ട് ചെയ്യേണ്ട കാര്യം, ഈ T1 ആദ്യത്തെ ഇൻ്റർവെല്ലിൻ്റെ ഇൻറ്റീരിയർ പോയിൻ്റ് ആയിരിക്കും, അതായത് എൻ പോയിൻ്റ് ആവാതെ വേണം നമ്മൾ. അപ്പോൾ എൻ പോയിൻ്റ് അല്ലാതെ T1 T2 എക്സെട്ര Tmനെ ഈ ഇൻ്റർവെല്ലിനുള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്തിരിക്കുകയാണ്. ആൻഡ് കൺസിഡർ എ സെറ്റ് കെ ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവെൽ എ ബി മൈനസ് യൂണിയൻ ഓവർ ജെ വേരിയസ് ഫ്രം 1 to m ആണ്, n അല്ല 1 to m യു ജെ വി ജെ. ഓപ്പൺ കേസാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഈ ക്ലോസ് ഇൻ്റർവെൽ എ ബിയിൽ നിന്ന് നമ്മൾ ഓപ്പൺ ഇൻ്റർവെൽസ് u1 v1, ഓപ്പൺ ഇൻ്റർവെൽ u2 v2 എക്സെട്ര um vmനെ കട്ട് ചെയ്ത് കളയുന്നു. സോ യു വിൽ ഗെറ്റ് ദി യൂണിയൻ ഓഫ് ഫൈനൈറ്റ് നമ്പർ ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവെൽസ്. അപ്പോൾ ആദ്യത്തെ ഇൻ്റർവെൽ എന്ന് പറയുന്നത് എ മുതൽ u1 വരെയുള്ള ഒരു ക്ലോസ് എ ടു u1. സെക്കൻഡ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് v1 ടു u2. തേർഡ് ഇൻ്റർവെൽ എന്ന് പറയുന്നത് v2 ടു u3. അങ്ങനെ പോകുന്നു.
ഓക്കെ, ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് VM ടു B വരെയുള്ള ഒരു ഇൻ്റർവൽ ആയിരിക്കും. അപ്പോൾ അത്രയും ഇൻ്റർവലുള്ള ഫൈനൈറ്റ് നമ്പർ ഓഫ് ഇൻ്റർവൽസ് അവിടെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ കട്ട് ചെയ്ത പീസുകളുടെ എണ്ണം M പീസസ് ആണ് കട്ട് ചെയ്ത് കഴിയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് M+1 പീസസ് കെയിലുണ്ടാവും. അപ്പോൾ K ഈസ് ദി യൂണിയൻ ഓഫ് M+1 ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇൻ്റർവൽസ്. അതിൽ ആദ്യത്തെ ഇൻ്റർവൽ A മുതൽ U1 വരെയും ലാസ്റ്റ് ഇൻ്റർവൽ VM മുതൽ B വരെയുമായിരിക്കും. So, finite union of compact sets are compact and each closed and bounded interval is compact. That means K is a compact set because it is the finite union of closed and bounded intervals. കാരണം RNലെ പ്രത്യേകത RNലെ ഏതൊരു സബ്സെറ്റും കോമ്പാക്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് കോമ്പാക്റ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് വെച്ചുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് K കോമ്പാക്റ്റ് സെറ്റ് ആയതുകൊണ്ട് F കണ്ടിന്യൂസ് ആണ് Kയിൽ. കാരണം എഫ് എന്ന ഫംഗ്ഷൻ്റെ കണ്ടിന്യൂറ്റി പോകുന്ന പോയിൻറ്റ്സ് T1 T2 എക്സെട്ര Tm ആണ്. അത് വരുന്ന ഓപ്പൺ ഇൻ്റർവൽസ് എല്ലാം കട്ട് ചെയ്ത് കളഞ്ഞപ്പോൾ ബാലൻസ് ഇൻ്റർവെല്ലിൽ ഡിസ്കണ്ടിന്യൂറ്റി പോയിൻറ്റ്സ് ഇല്ല. ദോർഫോർ F മസ്റ്റ് ബി യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ K ബിക്കോസ് K ഈസ് എ കോമ്പാക്ട് സെറ്റ് ആയതുകൊണ്ട് കണ്ടിന്യൂറ്റി ഇംപ്ലൈസ് യൂണിഫോം കണ്ടിന്യൂറ്റിയാണ്. അപ്പോൾ ഡൊമൈൻ കോമ്പാക്റ്റ് ആണെങ്കിൽ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ് എല്ലാം യൂണിഫോംലി കണ്ടിന്യൂസ് ആയിരിക്കും. സോ F യൂണിഫോംലി കണ്ടിന്യൂസ് ആണ്. സോ ഈ എപ്സിലോണിന് വേണ്ടി നമുക്ക് ഒരു ഡെൽറ്റ കിട്ടും, യൂണിഫോം കണ്ടിന്യൂറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നത്. സോ കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 യു ക്യാൻ ഫൈൻഡ് ഔട്ട് എ ഡെൽറ്റ ഗ്രേറ്റർ ദാൻ 0 സച്ച് ദാറ്റ് മോഡുലസ് ഓഫ് f of s minus f of t ലെസ് ദാൻ എപ്സിലോൺ വെൻ എവർ മോഡ് s മൈനസ് ടി ലെസ് ദാൻ ഡെൽറ്റ. ജസ്റ്റ് നമ്മൾ കെയിൽ യൂണിഫോം കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യുന്നു. കണ്ടിന്യൂ കൺസ്ട്രക്ട് എ പാർട്ടീഷൻ P equal to x0 x1 etc xn of closed interval AB such that uj vj are points of P. അപ്പോൾ ഈ ഒരു പുതിയൊരു പാർട്ടീഷൻ കണ്ടുപിടിക്കുന്നു. പാർട്ടീഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ഈ V1 U1 V1 U2 V2 എക്സെട്ര UM VM ഈ പോയിൻറ്റ്സ് എല്ലാം പാർട്ടീഷൻ പോയിൻറ്റ്സ്, അതായത് നമ്മൾ കട്ട് ചെയ്യുന്ന പോയിൻറ്റ്സുകളുടെ എൻ പോയിൻറ്റ്സ് എല്ലാം കട്ട് ചെയ്യുന്ന ഇൻ്റർവൽസിൻ്റെ എൻ പോയിൻറ്റ്സ് എല്ലാം പാർട്ടീഷൻ പോയിൻറ്റ്സ് ആയിട്ട് വരുന്ന രൂപത്തിലുള്ള P ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ x0 എന്ന് പറയുന്നത് A ആയിരിക്കും, x1 എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ U1 ആയിരിക്കും എന്ന് ഓർക്കുക, xn എന്ന് പറയുന്നത് B ആയിരിക്കും, തൊട്ട് മുന്നിലെ പോയിൻറ്റ് VM ആയിരിക്കും. ഓക്കെ, അപ്പോൾ നോ പോയിൻ്റ് ഓഫ് എനി സെഗ്മെൻറ്റ് UJ VJ ഒക്കർ ഇൻ P. അപ്പോൾ Pയുടെ പ്രത്യേകത ഈ പോയിൻറ്റ്സ് ഒക്കെ വരികയും ചെയ്യും ക്ലോസ് ഇൻ്റർവൽ ABയിലെ പാർട്ടീഷൻ പോയിൻ്റ് ആയിട്ട്. പക്ഷേ അതിനുള്ളിലുള്ള ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ഒന്നും, അതായത് U1 V1നുള്ള ഒരു പോയിൻ്റ് പോലും പാർട്ടീഷൻ പോയിൻ്റ് ആവില്ല, U2 V2 ആവില്ല, ഒന്നിലും ആവില്ല. ഓക്കെ, and if xi minus 1 is not one of uj, then delta xi is less than delta xi means xi minus 1 is less than delta. ഓക്കെ, അതിനർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഇൻ്റർവൽ ഇപ്പോൾ U1 ഇതിനകത്തുള്ള ഒരു പാർട്ടീഷൻ പോയിൻ്റ് എന്ന് പറയുന്നത് U1 ഒരു പാർട്ടീഷൻ പോയിൻ്റാണ്, V1 പാർട്ടീഷൻ പോയിൻ്റാണ്. അപ്പോൾ പാർട്ടീഷൻ പോയിൻ്റാണ്. ഇപ്പോൾ x1 ആണ് U1 നമ്മളുടെ പാർട്ടീഷൻ പ്രകാരം. അപ്പോൾ x1 ഈക്വൽ ടു U1 അല്ലാത്ത കേസുകളിൽ ഇത് കൂടാതെ ഇപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇഫ് xi minus 1 ഈസ് നോട്ട് വൺ ഓഫ് uj, അതായത് ഇപ്പോൾ x1 എന്ന് പറയുന്നത് U1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ആ കേസ് അല്ലാത്തത് വരുന്നത് സ്ഥലത്ത് ഈ ഡിസ്റ്റൻസ് എന്ന് ഈ പാർട്ടീഷൻസ് ഇൻ്റർവൽസിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ ഇതിനിടയിൽ ഒരു പോയിൻ്റ് പാർട്ടീഷൻ പോയിൻ്റ് വരാം. എക്സാമ്പിൾ U1നും V1നും U2നും ഇടയിൽ ഒരു പാർട്ടീഷൻ പോയിൻ്റ് ഉണ്ടെങ്കിൽ ആ പാർട്ടീഷൻ പോയിൻ്റ് ഇപ്പോൾ x3 ആണെന്ന് കരുതുക. x3 ആണെങ്കിൽ ആ x3യുടെ കേസിൽ പാർട്ടീഷൻ പോയിൻറ്റ്സ് ഇപ്പോൾ A ഒരു പാർട്ടീഷൻ പോയിൻ്റാണ്, U1 ഒരു പാർട്ടീഷൻ പോയിൻ്റാണ്, V1 പാർട്ടീഷൻ പോയിൻ്റാണ്, U2 പാർട്ടീഷൻ പോയിൻ്റാണ്. ഈ V1നും U2നും ഇടയിലും പാർട്ടീഷൻ പോയിൻറ്റ്സ് വരാം. അതായിരിക്കാം നമുക്കിപ്പോൾ x3 വരുന്നതെങ്കിൽ x3 മുതൽ U2 വരെയുള്ളതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. അങ്ങനെ U1 ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് വരാത്ത ഏത് ഇൻ്റർവെൽ എടുത്താലും അവിടെയൊക്കെ ലെങ്ത് എന്ന് പറയുന്നത് ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ V1നും U2നും ഇടയിലുള്ള ലെങ്ത്ത് അതൊരു പാർട്ടീഷൻ പോയിൻറ്റ്സ് ആണ് രണ്ടുമെങ്കിൽ അത് തൊട്ടടുത്ത് വരുന്ന രണ്ട് പോയിൻറ്റ്സ് ആണെങ്കിൽ U1നും U2നും ഇടയിൽ, അതായത് V1നും U2നും ഇടയിലുള്ള ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. അത് ഓർക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. ഇപ്പോൾ ഇവിടെ U1 ഈക്വൽ ടു x2 V1 ഈക്വൽ ടു x3 ആണെങ്കിൽ ആ പോയിൻറ്റ്സിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് ലെസ് ദാൻ ഡെൽറ്റ എന്ന് എടുക്കുന്നില്ല. അതല്ലാത്ത കേസ് മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുള്ളൂ. അല്ലാത്ത കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ x3ക്കും x4നും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരും. പിന്നെ VMനും x3ക്കും ഒരു ഒരു പോയിൻ്റ് വരുന്നുണ്ട്, അതിന് ഇടയിലുള്ള പോയിൻറ്റ്സും വേണമെങ്കിൽ നമുക്ക് ലെസ് ദാൻ ഡെൽറ്റ ആയിട്ട് വരുന്ന ഓർക്കുക. അപ്പോൾ അതായത് നമുക്ക്
ഈ യു ഐസ് അല്ലെങ്കിൽ യു ജെസ് ലെഫ്റ്റ് പോയിൻ്റായിട്ട് വരുന്ന ഇൻ്റർവെല്ലിൻ്റെ അല്ലാത്ത കേസുകളിലെല്ലാം ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത്. കൂടാതെ ഓർക്കുക, ഈ പാർട്ടീഷനിൽ നിന്ന് നമുക്ക് n ഇൻ്റർവൽസ് ആണ് നമുക്ക് കിട്ടുക. n+1 പോയിൻറ്റ്സ് ആണ് പാർട്ടീഷനിലുള്ളത്. n ഇൻ്റർവൽസ് ഉണ്ടാവും. ഈ n ഇൻ്റർവൽസ് ഓരോന്നും ക്ലോസ് ഇൻ്റർവൽ എ ബിയുടെ സബ്സെറ്റാണ്. അവിടെയൊക്കെ ഈ ഫംഗ്ഷന് സുപ്രീമവും ഇൻഫീമവും ഉണ്ടാവും. സുപ്രീമോ ഇൻഫീമോ ഒക്കെ ടോട്ടൽ സുപ്രീമത്തെക്കാളും ടോട്ടൽ ഇൻഫീമത്തെക്കാളും ഉള്ള കമ്പാരിസൺ കൂടിയുണ്ട്. ക്യാപിറ്റൽ എം ഐ ഈസ് എ സുപ്രീമം ഓഫ് എഫ് ഓൺ ക്ലോസ് ith ഇൻ്റർവൽ xi-1 xi ആണെങ്കിൽ അത് ഹോൾ സുപ്രീമത്തേക്കാൾ കുറവായിരിക്കും. ക്യാപിറ്റൽ എം ഐ മസ്റ്റ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ആയിരിക്കും. അതുപോലെ തന്നെ സ്മോൾ എം ഐ എന്ന് പറയുന്നത് ith ഇൻ്റർവെല്ലിലെ ഇൻഫീമം ആണെങ്കിൽ ഹോൾ ഇൻഫീമം എന്ന് പറയുന്നത് ഇവിടെ -m ആണ്, അതിനേക്കാൾ വലുതുമായിരിക്കും. അപ്പോൾ സ്മോൾ എം ഐ മസ്റ്റ് ബി ഗ്രേറ്റർ ഓർ ഈക്വൽ ടു -m ആയിരിക്കും, മൈനസ് ക്യാപിറ്റൽ എം. അങ്ങനെയാണെങ്കിൽ എം ഐ മൈനസ് എം ഐ, ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡുലസ് വാല്യൂ അപ്ലൈ ചെയ്ത് ട്രയാങ്കിൾ ഇനീക്വാളിറ്റി കൊടുക്കുമ്പോൾ m+m എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 2m ഫോർ എവരി ഐ വേരീസ് ഫ്രം 1 to n. ആൾസോ എം ഐ മൈനസ് എം ഐ ഈക്വൽ ടു നോൺ നെഗറ്റീവ് ആയതുകൊണ്ട് മോഡുലസ് കൂടി കൊടുക്കാം. മോഡുലസ് എം ഐ മൈനസ് എം ഐ വിച്ച് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് ടി ഫോർ എവരി s, t എലമെൻറ്റ് ഓഫ് ith ഇൻ്റർവൽ. അപ്പോൾ ith ഇൻ്റർവെല്ലിൽ എഫ് ഓഫ് എസ് ആയാലും എഫ് ഓഫ് ടി ആയാലും അതൊക്കെ ഇപ്പോൾ ക്യാപിറ്റൽ എം ഐ സുപ്രീമവും സ്മോൾ എം ഐ ഇൻഫിമവുമാണ്. അപ്പോൾ എഫ് ഓഫ് ടി സ്മോൾ എം ഐനേക്കാൾ വലുതും ക്യാപിറ്റൽ എം ഐനേക്കാളും ചെറുതുമാണ്. അതായത് സ്മോൾ എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഐ ആണ്. അതായത് എഫ് ഓഫ് ടിയുടെയും എഫ് ഓഫ് എസിൻ്റെയും വില സ്മോൾ എം ഐക്കും ക്യാപിറ്റൽ എം ഐക്കും ഇടയിലായതുകൊണ്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്തായാലും സ്മോൾ എം ഐയും ക്യാപിറ്റൽ എം ഐയും തമ്മിലുള്ള ഡിസ്റ്റൻസിനേക്കാൾ കുറവായിരിക്കും. അതാണ് അവിടെ കൺസെപ്റ്റ്. അപ്പോൾ മോഡ് ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എഫ് ഓഫ് എസ് ആൻഡ് എഫ് ഓഫ് ടി, ബിക്കോസ് എഫ് ഓഫ് എസ് ആൻഡ് എഫ് ഓഫ് ടി ലൈസ് ബിറ്റ്വീൻ സ്മോൾ എം ഐ ആൻഡ് ക്യാപിറ്റൽ എം ഐ. ഓക്കെ, ആൻഡ് മോഡ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ വെനെവർ മോഡ് എസ് മൈനസ് ടി ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ ഇത് നമുക്കതും അറിയാം. യൂണിഫോം കണ്ടിന്യൂറ്റി ഓൺ കെ വാലിഡ് ആണ് നമുക്കറിയാം. അപ്പോൾ കെ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഇത് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. പക്ഷേ ഈ എസ് മൈനസ് ടി ലെസ് ദാൻ ഡെൽറ്റ കിട്ടുക നമ്മുടെ പാർട്ടീഷൻ്റെ കൺസെപ്റ്റ് പ്രകാരം യു ജി എസ് ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് ആയിട്ട് വരരുത്. അതായത് xi-1 ഈസ് നോട്ട് വൺ ഓഫ് യു ജി ആവുന്ന കേസിലായിരിക്കും ഡിസ്റ്റൻസ് ലെസ് ദാൻ ഡെൽറ്റ എന്ന് കിട്ടുന്നത്. അപ്പോൾ അതിനർത്ഥം ആ രണ്ട് പോയിൻറ്റുകൾ എസും ടി ആ ഇൻ്റർവെല്ലിലാണെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസും ലെസ് ദാൻ ഡെൽറ്റ ആയിരിക്കും. അപ്പോൾ മോഡ് എസ് മൈനസ് ടി ലെസ് ദാൻ ഡെൽറ്റ ആണെങ്കിൽ യൂണിഫോം കണ്ടിന്യൂറ്റി കെ പ്രകാരം മോഡ് എഫ് ഓഫ് എസ് മൈനസ് എഫ് ഓഫ് ടി ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. അതിനർത്ഥം ഏത് വാല്യൂ വർക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ മാക്സിമം മിനിമം തിയറും കൂടി വാലിഡ് ആണ്. കാരണം കെ കോമ്പാക്റ്റ് ആയതുകൊണ്ട് മാക്സിമം മിനിമം ഉണ്ടാവും. അപ്പോൾ ക്യാപിറ്റൽ എം ഐയും സ്മോൾ എം ഐയും മാക്സിമം കൂടിയായിരിക്കും. അപ്പോൾ ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഈസ് ആൾസോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ വെനെവർ മോഡ് എസ് മൈനസ് ടി ലെസ് ദാൻ ഡെൽറ്റ. അവിടെ എസ് എം ടിയും ith ഇൻ്റർവെല്ലിൽ ഉണ്ടാവുകയും ith ഇൻ്റർവെല്ലിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പോയിൻറ്റ് യു ജി ആവാനും പാടില്ല. അതുകൂടി ഓർക്കുക. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അൺലെസ് xi-1 ഈസ് വൺ ഓഫ് ദി യു ജെ അല്ലാത്ത പക്ഷം. ഓക്കെ, അപ്പോൾ യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ഈക്വൽ ടു നമുക്ക് ബൈ ഡെഫിനിഷൻ സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n ക്യാപിറ്റൽ എം ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ മൈനസ് സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n സ്മോൾ എം ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ വിച്ച് ഈസ് ഈക്വൽ ടു സിഗ്മ ഐ വേരിയസ് ഫ്രം 1 to n ക്യാപിറ്റൽ എം ഐ മൈനസ് സ്മോൾ എം ഐ ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ. ഇതിന് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒന്ന് xi-1 ലെഫ്റ്റ് ഹാൻഡ് പോയിൻ്റ് ആവുന്നതും ഒന്ന് ആവാത്തതുമായിട്ട് രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഇൻ ജനറലി ഏത് കേസിലാണെങ്കിലും 2m കുറവായിരിക്കും. അപ്പോൾ അതിനകത്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2m ഇൻറ്റു ഡെൽറ്റ ആൽഫ ആയി xi-1 ഈസ് നോട്ട് വൺ ഓഫ് യു ജെ എന്ന്. അതായത് ചെറിയൊരു എററുണ്ട്. അതിൽ ഫസ്റ്റ് ടേം ആക്ച്വലി സെക്കൻഡ് ടേം ഫസ്റ്റ് ടേം ആയിട്ടാണ് വരേണ്ടത്. അതായത് സിഗ്മ ഓവർ ഐ xi ഈസ് വൺ ഓഫ് യു ജെ എഴുതുന്ന കേസിൽ 2m ഇൻറ്റു ഡെൽറ്റ ആൽഫ ഐ പ്ലസ് സിഗ്മ ഓവർ ഐ xi ഈസ് നോട്ട് വൺ ഓഫ് യു ജെയിലെ കേസിലാണ് എപ്സിലോൺ ആവുക. കാരണം അല്ലാത്ത പക്ഷത്താണ് എം ഐ മൈനസ് എം ഐയുടെ വാല്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ കിട്ടിയെന്ന് ഓർക്കുക. അപ്പോൾ തൊട്ട് മുകളിൽ കാണുന്നത് തന്നെ എം ഐ മൈനസ് എം ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അൺലെസ് xi-1 ഓഫ് ദി യു ജെ അല്ലാത്ത പക്ഷം. അപ്പോൾ യു ജെ അല്ലാത്ത പക്ഷത്താണ് അത് ലെസ് ദാൻ എപ്സിലോൺ കിട്ടേണ്ടത്. അതിവിടെ എഴുതിയതിൽ ഒരു ചെറിയൊരു എററുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടേം സെക്കൻഡ് ഫസ്റ്റും ആയിട്ടാണ് എഴുതേണ്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ആക്ച്വലി വരിക എപ്സിലോൺ ഇൻറ്റു ആൽഫ ഓഫ് ബി ലെസ് ദാൻ എന്നുള്ള കിട്ടുക. ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ പ്ലസ് 2m ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ എന്നുള്ള രൂപത്തിലാണ് നമുക്ക് വരിക. അത് ഓർക്കുക. അപ്പോൾ അതിനകത്ത് 2m ഇൻറ്റു എപ്സിലോൺ വരാനുള്ള റീസൺ കൂടി ഇവിടെ പറയുന്നുണ്ട്. ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എയുടെ വാല്യൂ
ലെസ് ദാൻ എപ്സിലോൺ ആണ് നമ്മൾ ആദ്യമേ ചൂസ് ചെയ്തിട്ടുണ്ട്. വി ഐസ് വരുന്ന കേസിലാണ് ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ എന്ന് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ വി ഐസ് വരാത്ത കേസിലും രണ്ടും രണ്ടായിട്ട് വരിക. അപ്പോൾ 2m ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ എന്നുള്ള കേസും അതുപോലെ തന്നെ ഇൻറ്റു എപ്സിലോൺ വരും, അതുപോലെ 2m എപ്സിലോൺ കൂടി വരും. സ്വാഭാവികമായിട്ട് ആ വാല്യൂവിൽ എപ്സിലോണിനെ നമുക്ക് പുറത്തേക്ക് എടുക്കുമ്പോൾ 2m പ്ലസ് ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വളരെ കെയർഫുള്ളായിരിക്കും. ഒരു ചെറിയ എറർ പറ്റിയിട്ടുണ്ട് ഈ നോട്ടിനുള്ളിൽ. ആദ്യത്തെ കേസ് രണ്ടാമത്തെ ആദ്യത്തുമായിട്ടാണ് വരേണ്ടത്. താഴെ എഴുതുന്ന വാല്യൂവിലും ഒരു ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഫസ്റ്റ് ടേം വരേണ്ടത് എപ്സിലോൺ ഇൻറ്റു ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എയും, സെക്കൻഡ് ടേമിൽ വരേണ്ടത് 2m ഇൻറ്റു എപ്സിലോൺ എന്ന രൂപമാണ് വരിക. ഓക്കെ, അപ്പോൾ അതിനകത്ത് എപ്സിലോണിനെ പുറത്തെടുത്താൽ 2m പ്ലസ് ആൽഫ ഓഫ് ബി മൈനസ് ആൽഫ ഓഫ് എ ഇൻറ്റു എപ്സിലോൺ. ബട്ട് എപ്സിലോൺ ഈസ് ആൻ ആർബിട്രറി ക്വാണ്ടിറ്റി, സോ യു ഗോട്ട് യു പി എഫ് ആൽഫ മൈനസ് എൽ പി എഫ് ആൽഫ ഈസ് ലെസ് ദാൻ സം എപ്സിലോൺ ഡാഷ് എന്ന് കിട്ടും. എപ്സിലോൺ ഡാഷ് ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് എഫ് ഈസ് എ മെമ്പർ ഓഫ് ആർ ഓഫ് ആൽഫ ബൈ അവർ തിയറം 6.6. വളരെ കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു തിയറാണ്. അതായത് ഗിവൺ ഫംഗ്ഷൻ ബൗണ്ടഡ് ആണ്, കണ്ടിന്യൂസ് അല്ലാത്ത പോയിൻറ്റ്സിലെല്ലാം ആൽഫ കണ്ടിന്യൂസ് ആണെങ്കിൽ ഫംഗ്ഷൻ റീമാൻ ഷെല്ലിയസ് ഇൻറ്റഗ്രബിൾ ആവും എന്നുള്ളത്.